കണ്ടെയ്നറുകൾ നമ്മുടെ കൊച്ചിയിലൊക്കെ പൊളിഞ്ഞിങ്ങനെ ഒഴുകി നടക്കുന്നതൊക്കെ നമുക്കറിയാം. അതിലൊരു കണ്ടെയ്നറിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. നമ്മളുള്ളത് വർക്കല ബീച്ചിലാണ്. നേരെ കാണുന്നത് അതിൽ ഒരു കണ്ടെയ്നറാണ് ഈ പൊട്ടി തകർന്നിവിടെ കിടക്കുന്നത്. ആ കണ്ടെയ്നറിൽ നിന്ന് കുറച്ച് പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ തരിതരി പോലത്തെ കുറേ സാധനങ്ങൾ ഒരു മൊത്തം ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുറേ സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്ന് അത് കൂട്ടിയെടുത്തു കുറേ ചാക്കി കെട്ടിയൊക്കെ അവിടെ അങ്ങനെയും വെച്ചിട്ടുണ്ട്. ബാക്കി മൊത്തം ഈ കടലിൽ അങ്ങോട്ട് പരന്ന് കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഈ ടൂറിസം ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആണെങ്കിൽ പോലും കടൽ ഇങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ സഞ്ചാരികൾ നന്നേ കുറവാണ്. ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ വരുന്ന ഒരു ബീച്ചാണ് നമ്മുടെ ഈ വർക്കല ബീച്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ വിരലുണ്ടാവുന്ന വിനോദസഞ്ചാരികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. തിര കൂടുതലാണ്, ആരെയും കടലിലേക്ക് ഇറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വഴിയെ വന്നിട്ടൊക്കെ തിരിച്ചു പോകുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. സാധാരണ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള വർക്കല ബീച്ച് പാപനാശമാക്കിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും കാണാറുള്ളതും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വർക്കല ബീച്ചിനെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നത്. കാരണം മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ടൽക്കാടിൻ്റെ ഒരു സാമീപ്യം ഇവിടെയുണ്ട്. അത് വെച്ച് പിടിപ്പിച്ചതാണെങ്കിലും അല്ലെങ്കിലും എന്തായാലും കാടുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് ഈ വർക്കല ബീച്ച് പോകുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നല്ല തിരയുള്ള സമയമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഇറങ്ങാനൊന്നും സാധിക്കില്ല. ഇത് ഒരു കണ്ടെയ്നർ നമ്മുടെ വർക്കല ബീച്ചിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ. ഇതിൽ നിന്നുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. കുറേ സംഭവങ്ങളെന്നല്ല, പ്ലാസ്റ്റിക് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ചെറിയ സംഭവങ്ങൾ അതായിരുന്നു അത് മൊത്തം ഉണ്ടായിരുന്നത്. ഇത് കണ്ട ഈ ഓരോ സൈഡിലും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം. ഇത് മുഴുവൻ ഒരു സൈഡ് തൊട്ട് അങ്ങേ അറ്റം വരെ ഈ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ക്ലീനൊക്കെ ചെയ്തെല്ലാം മാറി നല്ല ക്ലീനൊക്കെ ചെയ്തല്ലോ. ചാക്കിലൊക്കെ മാറി ചാക്കി വാരി കെട്ടിയിരിക്കുന്നതാണോ? ആ ഒരെണ്ണം ഇവിടെ അടിഞ്ഞുള്ളല്ലേ? ഇത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് കേട്ടാ. അത് കറന്തീര് ചത്തിയതിന് ശേഷം വലുവിന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഈ കടലുമായിട്ട് നല്ല അടിച്ച് കൊണ്ടച്ച് ഇതേപോലെ ഇതിനെക്കാട്ടിലും പത ഒരുപാട് മഞ്ഞ പത പോലെ വേസ്റ്റിലുള്ള പതയാണ്. ഇല്ല അത് കണ്ടത് ഇല്ല ഇത് കണ്ടോ പത ഇങ്ങനെ ഓടിക്കളക്കിയ പതഞ്ഞ് നൊരഞ്ഞാണ് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നത്. ഇത് അതുകൊണ്ടോ മൊത്തം പതയാ കേട്ടോ. പത മാത്രം അവശേഷിച്ച് കിടക്കണം. നോക്കിയേ നമ്മുടെ പഞ്ഞിക്കെട്ടൊക്കെ ഓടി നടക്കണ പോലെ കിടക്കുന്നു പതകളൊക്കെ. കണ്ട നമ്മുടെ കണ്ടെയ്നർ കിടക്കണത്. നല്ല കടൽക്ഷോഭമുള്ള സമയത്താണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ ഒരു ബീച്ചെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു സ്ഥലമാണിത്. ആ ഭാഗത്തൊക്കെ കുറച്ച് ആളുകളുണ്ട് കേട്ടോ. പക്ഷേ ബാരിക്കേഡൊക്കെ വെച്ച് ആരെയും കടലിലേക്ക് ഇറക്കാതിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം മോശമായതുകൊണ്ട് നല്ല കടൽക്ഷോഭമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ നന്നേ കുറവാണ്. അവിടെ കുറച്ച് പോലീസുകാരും സ്റ്റുഡൻസ് പോലീസൊക്കെ അവരെന്തോ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. സാധാരണ ബീച്ചുകളിൽ സൈഡിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കാണാറില്ല. മറ്റ് പല ബീച്ചുകളും അങ്ങോട്ട് വിജനമായിട്ടല്ലേ തുറസായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. ഒരു സൈഡിൽ
ഇങ്ങനെ കാടും അതുകൂടാതെ ഇങ്ങനെ ചെറിയ മല പോലെ പുഴി മല തന്നെയാണെന്ന് തോന്നുന്നു. ആ രീതിക്ക് നല്ല കരിങ്കല്ല്, മറ്റേ നമ്മുടെ ചെങ്കല്ല് മലയാണ് കാണുന്നത്. അതൊരു സൈഡിൽ, തൊട്ടിപ്പുറത്ത് ബീച്ചും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് വഴികളൊക്കെ ഉണ്ട് കേട്ടോ, ഈ കാടിൻ്റെ ഇടക്കൂടിയൊക്കെ. ഇത് കണ്ടത് ഇവിടെയൊക്കെ ആളുകൾ പകലൊക്കെ ഇപ്പോൾ ഈ സമയമായതുകൊണ്ടാണ്, സ്കൂൾ സീസണും അതൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഗ്യാങ് അടിച്ചൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണെന്നാണ് മറ്റേ ഇവിടെ ചേട്ടനൊക്കെ പറയുന്നത് കേട്ടോ. മൊത്തം അങ്ങനെയുള്ള സ്ഥലമാണ് ഉണ്ടല്ലോ. അവിടെ ആ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളത് കൊണ്ടാണ് അത് പാപനാശം എന്ന് അറിയപ്പെടുന്നത്. ആ ഒരു ഏരിയയാണ് കേട്ടോ. ആ കാണുന്ന സ്ഥലമാണ് പാപനാശം എന്ന് പറയുന്നത്. പാപനാശം ബീച്ച്. ഇവിടെ എണിപ്പടി അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിനുണ്ട്. കോമൺ ആയിട്ട് ഇതിന് മൊത്തത്തിൽ അറിയപ്പെടുന്നത് വർക്കല ബീച്ച് എന്നാണ്. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ഐറ്റമാണ് അതിനകത്ത് സംഭവമാണ് ആ കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നത്. ഇത് ഒരറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇങ്ങനെ കിടക്കുവാണ്. ആ കടലിൻ്റെ തീരം മൊത്തം കാണാൻ കേട്ടോ. കണ്ടെയ്നറിൽ നിന്ന് ഉണ്ടായിരുന്ന സംഭവം ഇങ്ങനെ കരക്കടിഞ്ഞിട്ട് അതിവിടെ ഇവരെല്ലാവരും കൂടി ചാക്കി കെട്ടി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തം ആ സംഭവമാണ് കേട്ടോ. ചരലുവാരി എന്നാണ് ഇവിടെയുള്ളവർ ഇതിനെ പറഞ്ഞത്. ഇതുണ്ട് ഈ സംഭവം കണ്ടോ. പണ്ടൊക്കെ നമ്മൾ കടപ്പുറത്തൊക്കെ കാണുന്നത് ഇതുപോലെ ഈ കഷ്ടപ്പെട്ട് വഞ്ചി വന്നു കഴിയുമ്പം ആൾക്കാരെല്ലാം കൂടി ഏലസയൊക്കെ വിളിച്ച് കഷ്ടപ്പെട്ട് വലിച്ച് കയറ്റിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പം ഇത് നേരെ വള്ളം ഇതവിടെ കൊണ്ടുപോയി അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. നേരെ വള്ളം ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഓടിച്ച് തള്ളി ഇതിനകത്തേക്ക് ഇങ്ങോട്ട് കയറ്റും. ഇത് കയറ്റി ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ സുഖം നേരെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ പോരും അല്ലേ. ട്രാക്ടർ ഓടിച്ച് നേരെ ഇങ്ങോട്ട് പോരും. ഓരോ സംഭവങ്ങളൊക്കെ ഓരോ മാറ്റങ്ങൾ വരുന്നത് അതിൻ്റെ എനിക്ക് തോന്നുന്നു ആ വള്ളം ഇതിൻ്റെ കൂടെയുള്ളതായിരിക്കും, ഒരാളുടേതായിരിക്കും. ഇത് രണ്ടും ഓരോ കാലം പുരോഗമിച്ചപ്പം വന്ന മാറ്റങ്ങളാണ് ഇതെല്ലാം. വൈകുന്നേരം ആകും തോറും നമ്മുടെ ബീച്ചിലേക്ക് ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി കേട്ടോ. നമ്മളോർത്ത് തിരയുള്ളത് കൊണ്ട് സഞ്ചാരികൾ തീർത്തും കുറവാകുമെന്നാണ് കരുതി. എനിക്ക് തോന്നുന്നത് നാട്ടുകാരാണെന്ന് തോന്നുന്നു കൂടുതലും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വൈകുന്നേരങ്ങളിൽ ബീച്ചിൽ വന്ന് ശീലിച്ചവർക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പാപനാശം ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണിത്. ചിതാഭസ്മം ഒഴുക്കാനായിട്ടൊക്കെ വന്ന ആൾക്കാരാണ് കേട്ടോ അത്. സാധാരണ വർക്കല ബീച്ചിൽ വരുന്നവർ നേരെ ക്ലിഫിലൊക്കെ പോകും കേട്ടോ. അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ചിൻ്റെ നല്ല കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇപ്പോൾ എന്തായാലും ബീച്ചിന് നമുക്ക് സാധാരണ നമ്മളൊക്കെ ആസ്വദിക്കുക അല്ലെ ആഗ്രഹിക്കുന്ന പോലത്തെ ആ ഒരു ഭംഗി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ കഷ്ടപ്പെട്ട് അവിടെ വരെ പോകുന്നില്ല കേട്ടോ. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി തരാം. ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളുണ്ട്. ഇതുവഴിയൊക്കെ ചെറിയ ചെറിയ വഴികളുമൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഈ ബീച്ചിലേക്ക് വരാനുള്ളൊരു 3-4 വഴികളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വഴിയാണ് ഇത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വന്നതും തിരിച്ചു പോകുന്നതും.